ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ 2 വ്ലോഗിന് ശേഷം ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെയേറെ പുതുമയുള്ളതും രുചികരവുമായ ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നറിയണ്ടേ? അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ പഴുപ്പ് കൂടിയ 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതിനെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു പഴത്തിൻ്റെ അരഭാഗം കൂടെ കൂടുതലായി അളവ് ക്രമീകരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പഴം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം തൊലി മാറ്റി ഒരു ബൗളിലേക്ക് ആക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഴത്തിൻ്റെ കുരു മാറ്റിയെടുക്കാം. കൂടുതൽ പഴുത്ത പഴമായതുകൊണ്ട് ഉടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇത് മാറ്റിയില്ലെങ്കിലും രുചിക്കൊന്നും യാതൊരു വ്യത്യാസവും വരില്ല. പഴം ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഉടച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടാവുന്നതാണ്. ഉടച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വരുന്ന കുരുക്കൾ വേണമെങ്കിൽ മാറ്റിക്കളയാം. ഇവിടെ പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇനി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഴുപ്പ് കൂടിയ പഴമായതുകൊണ്ടാണ് അരിപ്പൊടി കൂടുതലായിട്ട് ചേർക്കേണ്ടി വരുന്നത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വയ്ക്കാം. ഇനി പലഹാരത്തിനായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇതിലേക്കായിട്ടൊരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ കഷ്ണങ്ങളും അതേ അളവിൽ തന്നെ കിസ്മിസും ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം നല്ലപോലെ റോസ്റ്റ് ആവുന്നവരെ വറുത്തെടുക്കുക. ഇവിടെ നെയ്യിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. കിസ്മിസും അണ്ടിപ്പരിപ്പും പാകമായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം 150 ഗ്രാമോളം ശർക്കരയാണ്. അളവിനനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ശർക്കര മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തരുതരാന്ന് പൊടിച്ച അവൽപ്പൊടിയാണ്. നിങ്ങൾക്കിത് ആവശ്യമല്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി പലഹാരം ഉണ്ടാക്കുന്നതിലേക്കായിട്ട് കടക്കാം. ഇതിലേക്കായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ്, ഒരു മോൾഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൈവച്ചും ഉണ്ടാക്കാവുന്നതാണ്. എങ്കിലും ഒരു ഷേപ്പ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഈ മോൾഡിലേക്ക് 1 ഉരുള പഴക്കൂട്ട് കൈവച്ച് ഇതുപോലെ പരത്തി കൊടുക്കണം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് പൊക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം 2 ചെറിയ സ്പൂൺ തണുത്ത ഫില്ലിങ്സ് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ എടുത്ത പോലെ അത്രത്തോളം എടുക്കണ്ട, കുറച്ച് പഴക്കൂട്ടെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൈവച്ചൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നല്ലതുപോലെ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് പതുക്കെ തട്ടി കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. കണ്ടോ, ഇതൊരു സോപ്പിൻ്റെ രൂപത്തിൽ കിട്ടിയിരിക്കുകയാണ്. ആ മോൾഡിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഏത് മോൾഡാണോ, സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഇതേപോലെ ഉണ്ടാക്കുന്നത് കാണിച്ചതിന് ശേഷം ഞാൻ സ്ക്വയർ ഷേപ്പ് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ്. കൂടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം തരാൻ മടിക്കരുതേ. അതായത് ഒരു ലൈക്ക്, അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഇതേ ഷേപ്പിൽ ഞാൻ 3 എണ്ണം ഉണ്ടാക്കി. ഇനി കൈവച്ച് സ്ക്വയർ ഷേപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 ഉരുള പഴക്കൂട്ടെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും 1 ഉരുള പഴക്കൂട്ടെടുത്ത് കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 4 സൈഡ് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. എല്ലാ വശവും നല്ലതുപോലെ ഒട്ടിച്ചതിന് ശേഷം കൈവച്ച് തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തട്ടി കൊടുക്കണം. പഴക്കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബോക്സ് രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും.
ബാക്കി വന്ന പഴക്കൂട്ട് കൊണ്ടും ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഷാലോ ഫ്രൈ ചെയ്യാം. ഇതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് ഓരോന്നും ഇതിലേക്ക് പതുക്കെ വെച്ച് കൊടുത്തു. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാവുന്നതാണ്. അതുപോലെ 2 പ്രാവശ്യം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഈ പലഹാരത്തിൻ്റെ പേര് കായപ്പെട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. കായപ്പെട്ടി, കായപ്പത്തിരി. നമ്മുടെ ഉന്നക്കായല്ലേ, ഉന്നക്കായയുടെ ടേസ്റ്റാണ്. ഉന്നക്കായ ഡീപ്പ് ഫ്രൈ ആണ്, ഇതൊരു ഷാളോ ഫ്രൈ ആണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് മടുപ്പൊന്നും വരില്ല. അതുപോലെ ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ മതി, വയറ് നിറയാവുന്നതാണ്. ഇതുപോലെ 2 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം സ്പാറ്റിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സൈഡ് വശമൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അങ്ങനെ നമ്മുടെ കായപ്പെട്ടിയൊക്കെ പാകമായി. ഇതിനെ ഓരോന്നായിട്ട് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ കായപ്പെട്ടികളെല്ലാം ചുട്ടെടുത്തു. ഇത് കാണുന്നത് പോലെയല്ല നല്ല രുചിയുള്ളൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കയ്യിലെടുത്തപ്പോൾ നല്ല ചൂടാണ്, അതാണ് കത്തിയെടുത്ത് 2 കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ച് കാണിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ഈ പലഹാരം ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്ന എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.